ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തത്, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയതായാലും മതി. സബോള, പച്ചമുളക്, കോളിഫ്ലവർ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചെടുത്തത്. ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഞങ്ങൾ പൊതുവെ വീട്ടിലെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സബോള, പച്ചമുളക് ഇവ ആഡ് ചെയ്യുക. നന്നായി വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങുമ്പോഴത്തേക്കും കറിവേപ്പിലിടുക. സബോള ഏകദേശം ഈ പരുവം ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് മസാലകളെല്ലാം ആഡ് ചെയ്യാം. സബോള വരട്ടാൻ നേരത്ത് ഉപ്പിട്ട് കൊടുത്താൽ വേഗം സബോള വെന്ത് കിട്ടുമെന്നാണ് പറയാറ്. അതൊരു ടിപ്പാണ്. ഈ കറിക്ക് ആവശ്യമായി നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാലകളെല്ലാം ആഡ് ചെയ്ത് ഒരു 2 മിനിറ്റ് ശേഷം നമുക്ക് കോളിഫ്ലവർ കൂടി ആഡ് ചെയ്യാം. കോളിഫ്ലവറും കൂടി ആഡ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് നേരം ഇത് മൂടി വയ്ക്കാം. കോളിഫ്ലവറിലേക്ക് എല്ലാ മസാലയും ഉപ്പും എല്ലാം പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം കോളിഫ്ലവർ ഫ്രൈ ആയിട്ട് പെരളൻ ടൈപ്പിലിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഇവിടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ചപ്പാത്തിക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്.